ഹായ്. അപ്പം ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ കീച്ചേരിയിലാണ്. അതായത് നമ്മൾ അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ഫാക്ടറി എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ കീച്ചേരിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുക. ഇന്നലെ നമ്മൾ എടുത്ത മീനാണ് ആ കാണുന്നത്. ഇന്നേക്കത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. നമ്മളെ പഴയ മീനും എല്ലാം ഇവിടെ ഉണ്ട്. ഇന്നലെ വാങ്ങിയ മീൻ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട് വെച്ചാൽ അതിങ്ങനെ അഡാപ്റ്റ് ആയിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. നമുക്ക് നേരെ വിടാം. അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങാം. ഓൾറെഡി സമയം വൈദ്യുതി ഞാൻ ലേറ്റാക്കി. നമുക്ക് നേരെ വിടാം. അതായത് അവിടെ തുറക്കുന്ന സമയം എന്ന് വെച്ചാൽ 8:30-9 മണി ആ സമയം. പോവാം. സുരാനോട് പറഞ്ഞിട്ടേടെ പോകുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കീച്ചേരിയിലേക്ക്. ഒരാളും കൂടി ഉണ്ട്. സോറി, ഇന്നലെ നമുക്ക് മീൻ, അതായത് എന്നാ കൊണ്ടുത്തന്ന മീനിനെ പ്ലക്കോന കൊണ്ടുത്തന്ന ഒരാളും കൂടി ഉണ്ട്. അയാൾ ഇന്നലെ നിർത്തിയ അതേ സ്ഥലത്ത് നമുക്ക് കൂട്ടണം. ഓണക്കുന്ന് കീച്ചേരി എത്തിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതായത് സാൻഡ്, എയർ പമ്പ്, പിന്നെ എയർ കൊടുക്കാനുള്ളൊരു ചെറിയ സാധനം കൂടെ വാങ്ങാനുണ്ട്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. സോ അപ്പോൾ അതും വാങ്ങണം. പിന്നെ അഭിനവിനും സാധനം വാങ്ങാനുണ്ടാവും അല്ലേ? ഓനും സാധനം വാങ്ങാനുണ്ട്, ഹീറ്റർ. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇതിന് വേണ്ടി വരും. ഒരു മീൻ വണ്ടി പോകുന്നുണ്ട് മുന്നിൽ. അതെ അതെ, തിരിച്ചു വരുമ്പോൾ ഇത് മീൻ വണ്ടിയാകും. ഇത് പണ്ട് മെയിനായിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പായിരുന്നു. ഷിപ്പല്ല, കാരണം ഹൈവേ മുകളിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേ പഞ്ചായത്ത് സെൻ്ററിൽ നമുക്ക് അങ്ങനെ പോകാം. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സാൻഡ് എന്ന് വെച്ചാൽ ലൈറ്റ് കളർ സാൻഡാണ്. അതായത് നമ്മൾ ഡാർക്ക് കളർ എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഡാർക്ക് കളർ എടുത്തു കഴിഞ്ഞാൽ അതിന് ചെറുതായിട്ട് സ്ട്രെസ് അടിക്കും. അപ്പം ഫുഡ് കഴിക്കാനുണ്ടാവും. അപ്പം നമ്മൾ ലൈറ്റ് കളർ എടുക്കുന്നത്. ലൈറ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ മീനിന് സ്ട്രെസ് അടിക്കാണ്ടിരിക്കും. അതുപോലെ ഫുഡെല്ലാം കഴിക്കും മര്യാദക്ക്. അല്ലെങ്കിൽ അത് ഫുഡ് കഴിക്കാണ്ട് ചത്തുപോകും ഡാർക്ക് കളർ എടുത്താൽ. എല്ലാ ഫിഷിനും അല്ല, ഡിസ്കസ് ഫിഷ് അതും ഇത് കുട്ടികളായതുകൊണ്ട് അവരെ വളർത്തി വന്ന സാഹചര്യത്തിൽ നിന്ന് ഇവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് പൊതുവെ ബ്രീഡേഴ്സ് എല്ലാവരും ലൈറ്റ് കളർ ടാങ്ക്, അതുപോലെ ബാക്കിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. നമ്മൾ പെട്ടെന്ന് അതിനൊരു പുതിയൊരു ലുക്കിലുള്ള സ്ഥലത്ത് വെച്ചാൽ സ്ട്രെസ് അടിക്കും. അപ്പം മാക്സിമം അതിനെ കാമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹീറ്റർ വെക്കുക, അതുപോലെ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ ഫിഷ് പെട്ടെന്ന് സ്റ്റേബിൾ ആവും. ശരിക്കും പറഞ്ഞാൽ തൊട്ടാ സ്ട്രെസ് അടിക്കുന്ന ഒരു മീനും കൂടിയാണ്. റോങ് സൈഡാണ് ആ കാർ വന്നേ. എങ്ങോട്ട് പോണോ? അങ്ങനെ വരുന്നുണ്ട്. അതായത് ഇപ്പുറത്തെ റോഡുണ്ട്, ഇത് നമുക്ക് മാത്രം പോണ്ട റോഡാ. വൺ വേ. അപ്പുറത്തെ റോഡുണ്ട്, കണ്ടോ? പക്ഷെ അയാൾ ഇതിലേ വന്നേ. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആക്സിഡന്റ് ഉണ്ടാകുന്ന. കാരണം അയാൾ സ്പീഡ് ലൈനിലേ ഇപ്പം വന്നേ. സ്പീഡ് ലൈനിലേ വന്നു. ഇപ്പൊ ഏതെങ്കിലും കാർ സ്പീഡിൽ വരുന്നുണ്ടെങ്കിലും അതായത് എക്സാമ്പിൾ ഞാൻ ഇന്ന് നോർമലി പോകുന്നതിന് പകരം നടുക്ക് പോയി, അതെ അതിലേ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തീരുമാനം. KSRTC ഇവിടെ നിർത്താൻ മതി. ഇവിടെ ഒരു പട്ടി കിടക്കുന്നത് എണീച്ചു പോയാ. കൊറേ ഉണ്ടല്ലോ. ആരാടാ? എന്താടാ? ഒരുത്തൻ ചളി കളിക്കുന്നടാ. ഒരുത്തൻ എന്തിടാ? എങ്ങനെയാണ് സംഭവം? ഇപ്പൊ നമ്മള് ഉണക്കുന്നെത്തി. ഇതാണ് നമ്മളെ വഴിമുടക്കിയ KSRTC ബസ്. ബോസിന്റെ എവിടെയെല്ലാം പോയി. ഇന്ന് റെഡ് അലേർട്ടാണ്. അതങ്ങനെയാണ്. റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും. യെല്ലോ അലേർട്ട് പ്രശ്നമില്ല, ഇല്ലേ? റെഡ് അലേർട്ട് ഇന്ന് റെഡ് അലേർട്ട് തീരുമാനിക്കുമ്പോഴത്തേക്ക് ഒരു മഴയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ബോസിന്റെ മുടി ഒരുക്കുന്ന എവിടെയാ? മുടി കുളിക്കണം.
മുടിയെല്ലാം എത്ര പെട്ടെന്നാണ് വളരുന്നത്. എനിക്കല്ല, എനിക്കിപ്പം വളരുന്നില്ല. ഞാൻ പണ്ട് വളർത്തി ഇപ്പം വളരുന്നില്ല. മുടിനെ പറഞ്ഞ കാര്യമില്ല. പക്ഷെ നമ്മൾ ഓണക്കുന്നിൻ്റെ ഉള്ളിലെ ഇപ്പുറത്തേക്ക് ഹൈവേയിലേക്ക് നമ്മൾ ഇതിലേക്ക് കയറിയതാ. നമ്മൾ വിചാരിച്ച അവന് ഇവിടെ ഉണ്ടാവുമെന്ന്. പക്ഷെ അവന് ഇവിടെ ഇല്ല. ഹൈവേയിൽ അവിടെ വെയിറ്റ് ചെയ്യാം. അവൻ ഹൈവേന്ന് ഇങ്ങോട്ട് കയറേണ്ടി വരുമല്ലേ? ഇതാണ് ചങ്ങായി. വ്ളോഗറായി എന്താ നമ്മളെ ഇവനെയും കൂട്ടി നേരെ പോവാം. ഈ ചതി ഇങ്ങനെയാണ് ഞാൻ ചൂടെടുക്കണ്ട. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ 2 മീൻ ഭ്രാന്തന്മാരാണ്. ഞാൻ വളർത്തിയ പളന്നുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്തതിനി പക്ഷെ എല്ലാം പാളി. ടൈമുണ്ട്. ഞാൻ വളർത്തിയൊന്നും സക്സസ് ആവില്ല. പിന്നെ ഇതിനെക്കുറിച്ച് കുറേ പഠിക്കണം അല്ലേ? ഇതിനെക്കുറിച്ച് കുറേ പഠിക്കണം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ. നല്ല വൃത്തിക്ക് പഠിക്കാനുണ്ട്. അല്ല എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ പണി കിട്ടുന്ന ഒരു മീനാണ് നേരത്തെ പറഞ്ഞ ഡിസ്കസ്. അങ്ങനെയാണ് സംഭവം. അതൊരു സൈലന്റ്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടാ? ഇല്ല, ഇത് വെറുതെ ഒരു നോർമലായി കണ്ടാൽ മതി. ഫസ്റ്റ് എടുക്കുമ്പോ എനിക്ക് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇവരിപ്പം സൈലന്റ് ആയി ഇരിക്കുന്ന പോലെ. പക്ഷെ ഇപ്പത് റെഡി ആയി. അതുപോലെ തന്നെ 2, 3, 4 വട്ടം എടുക്കുമ്പോ ശരി. ഇപ്പൊ സംഖ്യക്ക് റെഡി ആയി. അങ്ങനെയാ? അല്ല എന്നാലും നീ സംസാരിക്കുന്നുണ്ടോ കുറച്ച്? ഞാൻ എവിടെയോ നോക്കിയിട്ടില്ല സംസാരിക്കാൻ. അതായിരിക്കും നല്ലത്. പ്രത്യേകിച്ചൊന്നും ലീവിന്റെ ഇതൊന്നുമില്ലല്ലോ. ഇന്ന് റെഡ് അലേർട്ട് കാരണം വീഡിയോ കൂട്ടിയിട്ടാൽ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലേ കാണുന്നു. നല്ല മഴക്കുള്ള സാധ്യതയുണ്ട്. അത് തുടങ്ങിയല്ലേ? പറഞ്ഞു തീരുമ്പോഴത്തേക്ക് പെയ്യാനും തുടങ്ങി. നമ്മളങ്ങനെ പയ്യന്നൂരിലേക്ക് പോകുന്നു. മഴ പെയ്യുന്നു പറഞ്ഞപ്പോഴാണ് മഴ, നല്ല മഴ. ഓ ഇതെന്ന സാധനം? ട്രെയിനാ? എന്ത് ട്രെയിനാ? എന്റെ അമ്മ ഇതെന്താ? ഇത് റോഡ് പണിക്കാ? മറ്റേ വലിയ കട്ടയിൽ മുതിക്കാൻ മറ്റേ ബ്രിഡ്ജിന്റെ അടിപ്പാതേന്റെ ഇതെല്ലാം ആ വലിയ സാധനം ഇല്ലേ? അതെല്ലാം പൊക്കാനായിരിക്കും. നല്ല മഴ. വെറുതെ അല്ല റെഡ് അലേർട്ട്. അടുത്ത 3 മണിക്കൂർ എല്ലാവരും റെഡ് അലേർട്ട് ആയിട്ട് വീട്ടിലിരിക്കും. ചിലവര് വെള്ളച്ചാട്ടത്തിലും കുളത്തിലെല്ലാം പോകും. നമ്മൾ മാത്രം മീൻ മേടിക്കാനല്ലേ പോകുള്ളൂ. അതെങ്ങനെയാണ് ഒരു പാഷൻ അല്ലേ? എന്നും പറയാം. അടിപൊളിയായിരിക്കും, പോയി കണ്ടിട്ട് വരാം. പോകുമ്പോഴത്തേക്ക് ഒന്നുമില്ല, അവിടെ എല്ലാം ചത്ത മീനുണ്ട്. അയാള് നോക്കല്ലോ വന്നിപ്പോ അത്ര ചത്ത് അലിഞ്ഞു പോയ മീൻ വരെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഓക്കെ വാങ്ങാൻ എന്തെങ്കിലും കണ്ടാ വാങ്ങാന്ന് വെച്ചു. പക്ഷെ പ്ലാനേ ഒഴിവാക്കി. ലാസ്റ്റ് മറ്റേ ഇതിന്റെ മരുന്ന് വാങ്ങി, മറ്റേ ബാക്ടീരിയ കൾച്ചർ സെറ്റ് ആക്കുന്നതിന്. ബാംഗ്ലൂർ വേറെ കൊറേ സ്ഥലങ്ങൾ ഉണ്ടാവില്ല. ഏറ്റവും വലുത് ബാംഗ്ലൂരിലെ എന്റെ ആ ഏരിയയിലെ വലിയ ഷോപ്പുകളിൽ ഞാൻ പോയിട്ടുണ്ട്. നിന്റെ സൈഡിലെ മറ്റൊരു ഷോപ്പല്ലേ വലിയ അക്വ ക്ലബ്? എനിക്ക് തോന്നുന്നത് അതാ ഏറ്റവും വലുത് ആവാൻ. കാരണം അവരെടുക്കുന്ന കുറെ ഡീലേഴ്സ് എടുക്കുന്നുണ്ട്. പറമ്പിലേക്ക് കയറിപ്പോ
പക്ഷെ ഇങ്ങനെ പഠിച്ച ഒരു ഊട്ടീന്റെ ഇതുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ ഊട്ടിയിട്ട് മഴയത്ത് ഒലിച്ചങ്ങ് വരും. ഇവിടെ ആയിരിക്കും നല്ല മഴയൊക്കെ ചളിപൊളി ആവുമ്പോ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലെല്ലാം വരില്ലേ അല്ലേ, ചളിയായിട്ട് ഇങ്ങനെ വരില്ലേ. ഇപ്പൊ നമ്മളൊരു പഴയ കുപ്പം പാലത്തിലേക്ക് ഇങ്ങനെ കയറാൻ പോവാം. ഇത് പഴം കുപ്പം പാലം. ഇതാണ് കുപ്പം പാലം, പഴയ പാലം. പുതിയ പാലം അപ്പുറത്ത് വരുന്നുണ്ടല്ലേ, പുതിയ പാലം ഇപ്പുറത്ത് വരുന്നുണ്ട്. അതായത് ഈ പാലത്തിന്റെ തീരുമാനം ഏകദേശം. പക്ഷെ മഴ വന്നാ വീട്ടിലേക്ക് വെള്ളം കയറും, അത്ര പ്രശ്നമില്ല. പണ്ട് മറ്റേ പ്രളയം പോലെ വെള്ളം കയറിയിട്ട് വീട് കിട്ടുമ്പോ ഇങ്ങനെ വീടെല്ലാം വെള്ളത്തിൽ കുറച്ച് ഗ്രൗണ്ട് ഫ്ലോറിലെല്ലാം നല്ല സ്ഥലത്ത് വീട് കെട്ടണം കേട്ടുമ്പോ. മഴ സീസൺ ആകുമ്പോ അല്ലേ റംബൂട്ടാന്റെ സമയം. കൊറേ ആള് സ്റ്റാറ്റസ് എല്ലാം ഇടുന്നുണ്ട് റംബൂട്ടാൻ വിളവെടുപ്പ്. അപ്പൊ പിള്ളേർ എല്ലാരും ഉണ്ട് റംബൂട്ടാൻ വെക്കുന്നത്. സോ നമ്മളങ്ങനെ തളിപ്പുറം എത്തി. വലിയ ബ്ലോക്ക് കാണുന്നില്ല, പക്ഷെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് പോയ ബ്ലോക്ക് കാണും. അതാ ഞാൻ പറയാനുള്ളത്. കുറച്ച് കാലം മുന്നേ, അതായത് 2018 ബൈക്കിന് വേണ്ടിയിട്ടായിരുന്നു അത്യാവശ്യം പൈസ മുടക്കിയിരുന്നു. പക്ഷെ നേരെ തിരിച്ചായി. വലിയ രീതിക്കില്ല, അതിന് സമാധാനം കിട്ടുന്നില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള സമാധാനം. പക്ഷെ ഇപ്പൊ മീൻ എന്തൊക്കെ ആവുന്ന ആലോചിച്ചിട്ടില്ല സമാധാനം. ഉദാഹരണം ഞാൻ ഇന്നലെ കാണിച്ച ക്യാമറ മീനിനെ നോക്കിയിരുന്ന് സ്ട്രെസ് കളയും. പക്ഷെ മീനിന് സ്ട്രെസ് ആയ എനക്കും സ്ട്രെസ് ആവും. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ അമ്മയെ കുറച്ച് മരുന്ന് പറ്റി. മറ്റേ ഓട്ടോ ഫിൽറ്റർ ഒക്കെ പറ്റില്ലേ, വെച്ചിട്ടാ വാങ്ങി. അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്യും. ഓ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ അതിന് ടെൻഷൻ ഇല്ല. അതൊരു ടെൻഷൻ ഇല്ല. ഇനി അത് അധികം ഫീഡ് ചെയ്തിട്ട് പണി കിട്ടുന്നൊരു ടെൻഷൻ ഉണ്ടോ? അതും ഫീഡ് അതിന് വല്ല അതിന് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര ലിമിറ്റ് ഇത്ര ഇത് വരണം ചെയ്യാൻ പറ്റും, പക്ഷെ റിസ്ക് ഉണ്ട്. നാട്ടില് മോയ്സ്ചർ അത്യാവശ്യം ഉള്ളതുകൊണ്ട് അതിൽ തീറ്റ വെച്ചാൽ അത് എക്സ്പോസ് ആവും. മോയ്സ്ചർ കണ്ടന്റ് ആയിട്ട് അതിൽ കയറിയാൽ റിസ്ക് ആണ്. തീറ്റ മോശമായ തീറ്റ ആയിരിക്കും. സോ ഞങ്ങള് തളിപ്പുറം ടൗണിൽ ഇങ്ങനെ പോവാം. ഷോപ്പ് ഉണ്ട്, പക്ഷെ ഒന്നും അതന്നെ അത്ര വലിയ ഷോപ്പില്ല. കാരണം കളക്ഷനും നമുക്ക് കിട്ടൂല, അതുകൊണ്ട് ഇത്ര ദൂരം വരുന്നു. അത് തട്ടിക്കൂട്ടി ഒപ്പിക്കാൻ നടക്കൂല. നല്ല സ്ഥലത്ത് നല്ല സാധനങ്ങൾ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യണം. കൂടി നേരത്തെ പറഞ്ഞില്ല, പോരാത്തനി നല്ല വെള്ളമുണ്ട്. അതെ, അവിടെ കുടിച്ചു. ഇത്രയും വെള്ളം നേടിയില്ലേ, അതായത് ഒരു കാൽമുട്ടിന്റെ പകുതിയോളം വെള്ളം. നോക്ക്, അങ്ങനെ നമ്മള് എത്തി. ഫിഷ് ഗാലക്സി എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. ഷോപ്പല്ല, ഇതൊരു ഗോഡൌൺ പോലെയാ. അതായത് പണ്ട് ഇയാൾക്ക് ഇതിനും ബാക്കില് ഇപ്പൊ റീറ്റെയിൽ ആക്കി. അങ്ങനെ നമ്മള് ഷോപ്പിലെത്തി. ആദ്യം തന്നെ ഒരാളെ നമുക്ക് കാണാം. പാവം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഈ മീനൊന്നും ഇവര് കൊടുക്കൂല. അതുപോലെ തന്നെ ഇവിടെ കരണ്ടും പോയിട്ടുള്ള ഇഗ്വാന. ഇതാണ് പൂച്ച. ഇത് ഇവിടെ ഇവര് വളർത്തുന്ന അവരെ സ്വന്തം കയറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനെ കൊടുക്കില്ല. പിന്നെ ഇവിടെ കിളിയും കാര്യങ്ങളുണ്ട്. അങ്ങനെ സംഭവം. ഇവിടെ കൂടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ കിട്ടാത്ത ഇതായിട്ടൊന്നുമില്ല, പറഞ്ഞാൽ എത്തിച്ചു വരെ ചെയ്യും. സോ നമ്മളെ വണ്ടിയുടെ പാർക്കിൽ നമുക്ക് നേരെ ഉള്ളിൽ കയറാം. കിട്ടി എടുക്കുന്നുണ്ടാ? കറണ്ട് ഇല്ലാതെ പോയി, അല്ലെങ്കിൽ
നല്ല പ്രിന്റ് ഉണ്ട്. പൈസ പറഞ്ഞ സാധനം അതിൻ്റെ ഉള്ളിൽ ഡോഗ്സിന് അങ്ങനെയുള്ള കൊണ്ട് ആക്സസറീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളുണ്ട്. പിന്നെ തീറ്റ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഡിസൈനുള്ള കാര്യങ്ങൾ, ബുദ്ധൻ്റെ പ്രതിമ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ ഫുഡും എല്ലാം ഉണ്ട്. ഇതെന്ന് വെച്ചാൽ വലിയ അക്വേറിയത്തിൽ വലിയ വലിയ മീനിനെ പിടിക്കേണ്ട ഇതാണ്. ഇതെന്ന് വെച്ചാൽ ഫുഡ്, അതായത് ക്യാറ്റ് ഫുഡ്. പിന്നെ ഇത് ഫിൽട്ടർ, ഇത് നമ്മളെ ഇവൻ്റെ വീട്ടിൽ കണ്ട അതേ സെയിം ഫിൽട്ടറായി. ഒരാളെ കാണിച്ചാൽ എനിക്ക് നല്ല നോട്ടം നോക്കുന്നുണ്ടോ? അവനെ നോക്കി വെച്ചാൽ ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് ഷോപ്പ്. നമ്മളിങ്ങനെ മീനൊന്ന് സിമ്മാകും. അതായത് നിങ്ങൾക്ക് ഇവിടെ എണ്ണാൻ പറ്റാത്ത അത്ര അക്വേറിയമുണ്ട്. എണ്ണാൻ പറ്റാത്ത എത്ര അക്വേറിയം എന്ന് വെച്ചാൽ അത്രയും അക്വേറിയമുണ്ട്. അത്രയും മീനും ഇവിടെയുണ്ട്, അത്രയും ഫിൽറ്ററും അത്രയും ഫുഡും എല്ലാം ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് പണിക്കാരും കൂടി ഉണ്ട്. കാരണം ഇതിനൊക്കെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല, പണിയാണ്. അപ്പോൾ ഇവിടെ അക്വേറിയം ഉണ്ട്. നിങ്ങൾക്ക് പുതിയ അക്വേറിയം വേണമെങ്കിൽ അതും എടുക്കാൻ പറ്റുന്നു. നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക ഓരോ സമയം. ഫിൽറ്ററും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതിൻ്റെ ഫിൽട്രേഷൻ ചെയ്യുന്ന, അതായത് ആ സ്പോഞ്ചും പഞ്ഞിയും എന്താ പറയില്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ മരുന്നും ഇത് അമൗണ്ട് അതേ ഫിൽട്ടറേ. ആ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് ജില്ല്, അതായത് അതിനധികം സ്ട്രെസ് അടിക്കാണ്ടിരിക്കാൻ ഒരു സംഭവം ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? സോ അതാണിത്. ഇതല്ലേ ഇത്? അതാണിത്. ഇതെന്നാ സോയിൽ അല്ലെങ്കിൽ സോയിലിന്റെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് ഫാൻ. ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, പക്ഷെ എവിടെ നിന്നാന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ കിളികൾ ഇവിടെ കാണാം. നല്ല രസമല്ലേ ഇതിനൊക്കെ കാണാൻ? ഇതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണ്ട്. കൂട്ടിനുള്ളിൽ വെക്കാൻ, അതായത് പക്ഷികൾക്ക് ഇരിക്കാൻ പറ്റിയ കൊമ്പ് ടൈപ്പാണ്. അങ്ങനെ എന്തൊക്കെ പിന്നെ പലതരത്തിലുള്ള ഫുഡും കാര്യങ്ങളും വരുന്ന വെച്ചാൽ ഈ ഡബയിലും ഉണ്ട്. ഇവിടെ വെച്ചാൽ ഫുള്ളും, അതായത് നമുക്ക് പക്ഷിക്ക് കൊടുക്കേണ്ട ഫുൾ ഫുഡും ഇവിടെയാണ് വരുന്നത്. നല്ല രീതിക്ക് മഴ വരുന്നുണ്ട്. മഴ വെച്ചാൽ അത്രയും മഴ. പിന്നെ ഇതിലും മീനുണ്ട്. അപ്പോൾ നമ്മളൊരു പമ്പ് വാങ്ങി, റോബോട്ടിൻ്റെ ഒരു ഷേപ്പ്, രണ്ട് കണ്ണലായിട്ടുള്ളൊരു ഇത് കണക്ട് ചെയ്യുന്ന സാധനല്ലേ? ആ പൈപ്പ് കണക്ട് ചെയ്യുന്ന സാധനം. അതിനുള്ള പൈപ്പും എടുക്കുന്നുണ്ട്. ഇതാണ് കണക്ടർ. സംഖ്യ ഇങ്ങനെ ആലോചിക്കാതെ വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? സ്പോഞ്ച് ഇങ്ങനെ ഇവിടെ ഉണ്ട്. സോ ഈ ഇങ്ങേയറ്റം തൊട്ട് ഇവിടുന്ന് ഫുള്ള് റൗണ്ട് ചെയ്താൽ അങ്ങേയറ്റം വരെ ഇവിടെ പിന്നെ അക്വേറിയങ്ങളുണ്ട്. അക്വേറിയം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം ലൈറ്റ് കിട്ടുന്നറിയില്ല, പക്ഷെ ഫുൾ അക്വേറിയം ചെടിയും, അതായത് ഒരു ഫിഷിൻ്റെ വലിയ ഗോഡൗൺ ആവും. ഫിഷിൻ്റെ വലിയൊരു ഗോഡൗൺ. പിന്നെ നിങ്ങൾക്ക് ഫിഷ് അല്ലെങ്കിൽ പെറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കാണിക്കാം. സോ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവർ നിങ്ങൾക്ക് പറയുന്ന സാധനം എത്തിച്ചേരും. അതെന്ത് സാധനമായാലും അവരെ കൊണ്ട് പറ്റുന്നതാണ് മാക്സിമം എത്തിച്ചേരാൻ നോക്കും. ഓക്കെ. സോ നമുക്കിപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം അല്ലാണ്ട് ഒരു പുറത്തുനിന്നുള്ള സാധനം, പുറത്തുനിന്നുള്ള വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ അവർക്ക് പറ്റാവുന്ന സാധനം അധികം എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ. സോ ഇവരെ അടുത്ത് മാത്രം കിട്ടുന്ന പല സാധനങ്ങളും ഉണ്ട്. കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ?
ഇതൊക്കെ കിളികൾക്കാണോ അല്ല ഇഗ്വാനക്കാണോ കൊടുക്കുന്നതെന്ന് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഫീൽഡിൽ പഠിക്കാനുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ചെറിയ ഇത് സ്പോഞ്ച് അല്ലേ, ഫിൽട്രേഷൻ ചെയ്യുന്ന ഈ സാധനത്തിന് വെച്ചാൽ ഒന്നിന് വരുന്ന പൈസ വെച്ചാൽ 300 റുപ്യ. അതാണ് ചിലവുള്ള പരിപാടി. ഇത് ഭയങ്കരമായിട്ട് ചിലവുള്ള പരിപാടി. ഗപ്പി ഗപ്പി ഇതിൽ ഫുള്ള് കപ്പിയാ, ഇവിടുന്ന് മുതൽ അവിടെ വരെ കപ്പിയാ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി. ഇതിനെന്താ വാങ്ങല്ലേ, ഒരു ഹീറ്ററും കൂടെ വാങ്ങേണ്ടത്, എടുക്കാൻ പറ്റില്ല. സോ ഫിൽറ്ററും ഹീറ്ററും എല്ലാം എന്ത് വേണം എല്ലാം ഇവിടെ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാം മീനിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സാധനം. സോ ഇവിടെ നമ്മുടെ ഡോഗിൻ്റെ ഷാമ്പു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ഇതുണ്ട്, ചെയിൻസും കാര്യങ്ങളും ലീഷും റോപ്പും എല്ലാം ഉണ്ട്. ചങ്ങല അടക്കം. ചങ്ങല ചേച്ചേ ഹായ്, നല്ല രസമല്ലേ ഇതിനെ കാണാൻ. ഹായ് ഹായ്. ഓ കയ്യൊക്കെ കുറിപ്പിച്ചിട്ടാണ്. ഹായ് ഹായ്. സോ ഗൈസ്, അപ്പം നമുക്ക് ഹീറ്ററും എല്ലാ കാര്യങ്ങളും കിട്ടി. നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി, പിന്നെ ഒരു ഹീറ്ററും കൂടെ വാങ്ങി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ സാധനം വാങ്ങി നേരെ പോയി. ഇതും വാങ്ങി കഴിഞ്ഞ് നമുക്ക് നേരെ പോവാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വിടാം. മഴ നിന്നിട്ടില്ല, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴക്കൊരു കുറവുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒട്ടും കുറവില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ, അതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടുന്ന് ഒരു നേരെ ടേൺ എടുത്തിട്ട് നേരെ തിരിച്ച് നാട്ടിലേക്ക്. വെള്ളച്ചാട്ടം, ഹൈവേ NH വെള്ളച്ചാട്ടം ഇത്. നിങ്ങൾ ആരും കാണാനുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതാണ് ചാൻസ്. നോക്ക്, പൊട്ടി വീഴാൻ. എൻ്റെ ദൈവം, ഇത് നോക്കിയേ. എടാ വണ്ടി സ്ലോ ആവുന്നുണ്ടാ? അതെ, എങ്ങനെ ഉണ്ടല്ലേ? എനക്ക് ഉന്താനും പറ്റില്ല. പ്രോപ്പറായിട്ട് വെള്ളം പോകാൻ വഴിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ മഴ വന്നാൽ ഇങ്ങനെ ഇത് ഒരു മഴ പെയ്തത്രേ. ഇനി 2-3 മാസം കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും. ഇവിടെ ഇതില് പോവാൻ വരെ പറ്റൂല. കണ്ടോ, ഇത് നോക്കിയേ, മിനി വെള്ളച്ചാട്ടം. നമുക്കിനി ചൂരൽ വെള്ളച്ചാട്ടത്തിലൊന്നും പോണ്ട, ഇവിടെ നിന്നാ മതി. നല്ല വെള്ളാ. നോക്ക്, അത് ഓട്ടോയിലും മുങ്ങി. ഓട്ടോ നീങ്ങുന്നില്ല എന്നല്ല. എന്റെ ദൈവയുടെ അതിലെടുക്കണ്ട നല്ല വെള്ളം. എന്റെ ദൈവമേ, വെള്ളം നിൽക്കുന്നുണ്ടോ കാറ്? ഓക്കെ അല്ലേ? എന്റെ അമ്മേ, എന്നാടാ ഇത്? നോക്ക്, ആയിരിക്കും നല്ലേ. എടാ മെല്ല. ആ പെണ്ണൊന്നും പോവാൻ പറ്റുന്നില്ല, അതാടെ നിർത്തിയിട്ട്. ആയിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഫുള്ള് വെള്ളം കാറിന് പണി കിട്ടും. ഓഫാവുന്ന രീതിയിൽ വെള്ളമുണ്ട് ഇവിടെ. ശ്രീകണ്ഠാപുരത്തേക്കൊന്ന് KSRTC ആണെങ്കിൽ ഇത്രയും വെള്ള. അതായത് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ആകെ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പൊ തന്നെ ഇത്രയും വെള്ളാന്ന് കയറിയില്ല. അപ്പൊ ആലോചിച്ചൊക്കെ, ഒരു 2 മാസമെല്ലാം തുടർച്ചയായിട്ട് മഴയുണ്ടെങ്കിൽ ഈ റോഡിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇങ്ങോട്ട് എവിടെയും പോകാനില്ല, ഇങ്ങോട്ട് ഫുള്ള് വെള്ളം എന്നറിയും എന്തായാലും. അതായത് മോളിന്ന് ഹൈവേന്ന് വീഴുന്ന എല്ലാ വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത്. ചാൻസ് കുറവാണ്, പക്ഷെ താഴ്ന്ന പ്രദേശത്താണ് ഈ വെള്ളം നല്ലോണം നിൽക്കുന്നത്. ഇതെല്ലാം ഒലിച്ച് അങ്ങോട്ട് പോകും, അതാണ് ഒരു പ്രശ്നം. ആദ്യ വെള്ളം, ഇതാണ് ഹൈവേന്റെ ഒരു അവസ്ഥ. നിങ്ങള്
റോട്ടിലെ പുഴ. സാധാരണ നമുക്ക് പുഴയില വെള്ളം ഉണ്ടാവും. ഇത്രയും വെള്ളമാണ്. അതാ ബൈക്കാരനെ വലിയ നോക്ക് പാവം. ഇത് നോക്ക്, ഇവിടെ ഒരാളെ വലിപ്പത്തിൽ വെള്ളമായി. അതായത് ആ സാധനം ഡിവൈഡറിന്റെ അത്ര വെള്ളം. അതിനിത് വെള്ളം പോവാനോ എവിടെയും സ്ഥലവും ഇല്ല, അത്രയും. അപ്പൊ മറ്റേ വെള്ളത്തിലും തുപ്പിയിട്ടെല്ലാം പോന്നാ പ്രതിഷേധാ. കാണുമറിയില്ല, അപ്പുറത്ത് നോക്ക് ഒരാളെ വലിപ്പത്തിൽ വെള്ളമായി. സോ നമ്മള് ധർമ്മശാല എത്തി. ഈ ധർമ്മശാലേന്റെ ഈ ഉള്ളോടുക്കറിയെല്ലാം പറശ്ശിനിയിലും പോന്നെ വഴിയെത്താം. പക്ഷെ ഇവിടെ നിന്ന് അത്ര വെള്ളമില്ല. കാരണം എന്ന് വെച്ചാ കുഴി കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് അത്ര വെള്ളമില്ല. കാരണം വെച്ചാൽ ഇവിടെ എന്തെങ്കിലും താഴേക്ക് അതിൽ ഒഴുകിപ്പോകാനെല്ലാം സ്ഥലം ഉണ്ടാവും. പിന്നെ പോരാത്തതിന് കുഴിയെല്ലാം ഉണ്ട്. ഹൈവേയിൽ മണ്ണ് കൊണ്ടിട്ട അല്ല, മഴ പെയ്താലും ഇങ്ങനെ ഇരിക്കും വീട്ടിന്റെ അവസ്ഥ. പോർച്ചിപ്പം വാതിൽ വരെ എത്തി. ഉള്ളിൽ കയറിയ വെള്ളം. ഓ, ജസ്റ്റ് മിസ്സിന് ഉള്ളിൽ കയറിയിട്ടില്ല. ആ വീട് ഒഴിയേണ്ടി വരും മിക്കവാറും. നമ്മള് മാടായിപ്പറ എത്തി. മാടായിപ്പറ. സോ ഇങ്ങനെ പോവാം. പോലെ പേടിക്കണ്ട, അടുത്ത വരവിൽ ആദ്യം പോകാനുള്ളതാണ്. തിരിച്ചു വരാം. ഓക്കെ, വണ്ടി വെക്കിട്ട് ക്രോസ് ചെയ്തു. സാധനത്തില്ലേ? ഓക്കെടാ. ശരി എന്നാ. ഓട്ടോക്കാർ നോക്കുന്നത് എന്നാ ഇവൻ ചെയ്യുന്നത് എന്നാ സംഭവം ഇങ്ങനെ നോക്കുന്നത്. സോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. എന്നിട്ട് ഇനി സാധനം ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് വാങ്ങിയ സാധനം ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാന്ന്. നമ്മൾ ഹീറ്റർ, പിന്നെ ഈ ചെറിയൊരു പൈപ്പ്, പിന്നെ ഒരു ചെറിയ ഇത് മോട്ടറല്ലേ, എയർ പമ്പ്, ഇതൊക്കെയാണ് വാങ്ങിയത്. അത്ര ഏകദേശം ഫുള്ളായിട്ട് ഫുള്ളും. ഇത് നമ്മൾ നേരെ ഇടുന്നതല്ല. സോ അപ്പം വീഡിയോ ഇപ്പം തന്നെ നല്ല ലെങ്തായി. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. അപ്പം ബൈ ബൈ.